ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ രാജപ്രയോട് പ്രകാശൻ ചോദിക്കേണ്ടത്, തനിക്ക് 10 ലക്ഷത്തിൻ്റെ ആണോ അത് 25 ലക്ഷത്തിൻ്റെ ആണോ പലിശ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് 25 ലക്ഷം രൂപയുടെ പലിശയാണ് വേണ്ടത്. എങ്കിൽ ഒരു 10 ലക്ഷം കൂടി റെഡിയാക്കി വെച്ചോ, ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോകുകയാണ്. രാജപ്പനാണെങ്കിൽ സന്തോഷമാണ്, കാരണം 25 ലക്ഷം രൂപ പലിശ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം കാണിക്കാൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഷാരി അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് മനോഹർ ചായ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാണ്. മോൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. മോൻ എപ്പോഴും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, മോൻ ആകെ കോലം കെട്ടുപോയി, ക്ഷീണിച്ചു പോയി, മോൻ വീട്ടിലേക്ക് പോയിക്കോ, ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അത് സാരില്ലമ്മേ, ഞാനിവിടെ നിന്നോളാം, നമ്മളെല്ലാവരും കാത്തിരുന്ന കൺമണിയാണല്ലോ ജനിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ, അതെ അതെ, അല്ല മോൻ്റെ ഇഷ്ടം പോലെയാണ് വന്നിരിക്കണേ മോനെ. ഞാനും സരിയൊക്കെ ആഗ്രഹിച്ചത് ഒരു ആൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ മോൻ ആഗ്രഹിച്ചത് ഒരു പെൺകുഞ്ഞിനെ വേണ്ടിയിട്ടാണ്. ദൈവം മോനെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ തന്നിരിക്കുന്നത്. അതെ അതെ എന്ന് മനോഹർ പറയാണ്. അതിനുശേഷം പെട്ടെന്ന് ഷാരി നോക്കുമ്പോഴേക്കുമാണ് നിഷ സ്കൂട്ടിക്ക് വരുന്നത് കാണുന്നത്. മോനെ അത് നോക്കിക്കേ, അത് സദാശിവന്റെ മോളല്ലേ എന്ന് പറയാണ്. ശരിയാണല്ലോ അമ്മ ഞാൻ ചായ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെ പതറിച്ച പോലെ കാണിക്കുകയാണ്. ആ സമയത്ത് ഷാരി മനോഹറിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മനോഹർ ഇങ്ങനെ വല്ലാത്ത പോലെ, ഞാൻ ചായ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം മുങ്ങുവാട്ടോ. മനുമോൻ എന്താ ഒരു മുങ്ങൽ പോലെ, എന്ത് പറ്റി മനുമോന് എന്നിങ്ങനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നിഷ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ അറിയോ? പിന്നെ അറിയാതെ, നിങ്ങളെയൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അല്ല മോളെ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും, വളരെ സുഖമായിട്ട് പോകുന്നു, ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ജീവിതം കൊടുക്കരുത് എന്ന എൻ്റെ പ്രാർത്ഥന. ഭർത്താവൊക്കെ വളരെ സുഖമായിട്ടിരിക്കുന്നു, മനോഹരമായിട്ടുള്ള ജീവിതമല്ലേ? ശരിയെന്നാ. അല്ല ആൻറ്റി എന്താ ഇവിടെ? സരിയു പ്രസവിച്ചായിരുന്നു. പ്രസവിച്ചോ? ആൺകുഞ്ഞോ പെൺകുഞ്ഞോ? പെൺകുഞ്ഞ്. സരിയുവിൻ്റെ ഭർത്താവ് ഇവിടെയുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, ചായ മേടിക്കാൻ പോയതാ. ഇപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും ഓടിയതായിരിക്കും അല്ലേ? എന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നിഷ അവിടെ നിന്ന് പോകുക കേട്ടോ. അല്ല ആ പെൺകൊച്ചിൻ്റെ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഷാരി ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ പെൺകൊച്ച് അങ്ങനെ പറയുകയും ചെയ്ത് ആ പെൺകൊച്ചിനെ കണ്ടപ്പോൾ മനോഹറിനൊരു പദർശ്യം വന്നു. അതിനൊരു കാരണം എന്തായിരിക്കും? ഇനി അമേരിക്കയിൽ വെച്ചിട്ടെങ്ങാനും ഈ പെൺകൊച്ചിൻ്റെ ഭർത്താവായിട്ട് മനുമോഹൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരിക്കോ? അതോ വേറെന്തെങ്കിലും ആയിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? ഈശ്വരൻ നമുക്ക് സംശയിക്കണ പോലെ ഒന്നും വരല്ലേ എന്നൊക്കെ ഷാരി ഇങ്ങനെ പ്രാർത്ഥിക്കുവാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ ഷാരി ഇങ്ങനെ തിരിച്ച് സരിയുവിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ സമയത്ത് സരിയു ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് ഷാരി സരിയോട് പറയുന്നുണ്ട്, മോളെ ആ പെൺകൊച്ചിന് എന്താ പറ്റിയത്? ഏത് പെൺകൊച്ച്? ആ സദാശിവന്റെ മോള് നിഷ. ഞാൻ ഈ പെൺകൊച്ചിനെ താഴ്ത്ത് വെച്ചിപ്പോൾ കണ്ടിരുന്നു. ആ പെൺകൊച്ചിൻ്റെ കഴുത്തിൽ താലിയില്ല മോളെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും ഭർത്താവായിട്ടല്ലേ? അറിയില്ലമ്മേ, എന്തൊരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട് മോളെ എനിക്ക്. അവരന്ന് വീട്ടിൽ വന്ന കാര്യം ഞാൻ അമ്മയുടെ പറഞ്ഞില്ലേ? അന്ന് ആ പെണ്ണിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്കെന്തോ പ്രശ്നമുള്ള പോലെ തോന്നി. അല്ല മനുവേട്ടൻ അവളെ കണ്ടില്ലായിരുന്നോ? മനുമോൻ അവളെ കണ്ടു, പക്ഷെ അവള് മനുമോനെ കണ്ടില്ല. അവളെ കണ്ടപ്പോൾ മനുവേട്ടൻ ഓടിക്കാണുമല്ലേ? പെൺപിള്ളയുടെ മുഖത്തൊക്കെ സ്വഭാവമാണല്ലോ മനുവേട്ടന് എന്ന് പറയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ മോളെ, അമേരിക്കയിൽ പോണ കാര്യം എന്തായി? എന്തായാലും കുഞ്ഞ് ജനിച്ചില്ല അമ്മ, ഇനി 4-5 മാസം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോകാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ പോകണമെങ്കിൽ ഇതിന് മുമ്പൊക്കെ പോവായിരുന്നു വേണമെങ്കിൽ. എന്ത് പണിയാ അമ്മ പറയണത്? മനുവേട്ടൻ പാവം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അരച്ചിട്ടില്ലേ ഇത്ര നാളോടെ പിടിച്ചു നിൽക്കണത്. ഇനി അവിടുത്തെ ബിസിനസ് കളഞ്ഞ് ഇവിടെ ബിസിനസ് തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഷാരി ഇങ്ങനെ മനസ്സ് വിചാരിക്കാട്ടോ, എന്നാലും എന്തായിരിക്കും മനുമോൻ അങ്ങനെ ഓടിപ്പോയത്? ഇനി ഞാൻ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചിട്ടാകെ ടെൻഷനായിട്ട് ഷാരി അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ ആകെ വട്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കൂടെ മുത്തശ്ശിയുണ്ട്, വിക്രമുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ വട്ടുപിടിച്ചിട്ട് എന്താണ് പ്രകാശ കാര്യം? വരേണ്ടതൊക്കെ വരുന്നു. എന്തായാലും നീയും ആ കാർത്തിക മോളുടെ അമ്മയും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ കാർത്തിക അങ്ങോട്ടേക്ക് വരുവാട്ടോ. അവൾ വരുന്നുണ്ട്, മിണ്ടലോന്നും എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക വരുമ്പോഴേക്കും നമ്മുടെ കാർത്തികത്ത് പ്രകാശം ചോദിക്കണ്ട, മോളെ എന്തായാലും ചോദിക്കുമ്പോൾ എന്താവാൻ, നാട്ടുകാരും എല്ലാവരും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മക്ക് മനസ്സിലായി അച്ഛൻ്റെ ആദ്യ ഭാര്യയും അതുപോലെ തന്നെ മക്കളും കൂടി കേസ് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് പറയാണ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ അമ്മേനെ ഫ്ലൈറ്റ് കയറ്റി വിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ഇവിടെ വരെ വന്നിട്ട് അമ്മേനൊന്നും കാണാൻ പോലും പറ്റില്ലല്ലോ മോളെ എന്ന് പറയാണ്. എങ്ങനെ ഇനി കാണുമെന്ന് വേണ്ട ചാ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, കണ്ടാൽ പ്രശ്നമാവുമല്ലോ. 2-3 മാസം കഴിയുമ്പോഴേക്കും കല്യാണം നമുക്ക് ഒന്നും കൂടി നടത്താം. അതിനുള്ളിൽ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തീർത്തേ പറ്റൂ. എങ്കിൽ മാത്രമേ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടത്താൻ പറ്റുള്ളൂ. പാവം എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചാണ് വന്നത്. മേല് മൊത്തം സ്വർണ്ണിട്ടിട്ടാ എൻ്റെ അമ്മ വന്നത്. കല്യാണം മുടങ്ങിയപ്പോൾ ചന്തവും കിട്ടും എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അമ്മൂമ്മ പൊട്ടിക്കരയും കേട്ടോ. എന്താ അമ്മ കരയണത്? എന്നാലും മോളുടെ അമ്മയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കല്യാണം മുടങ്ങിപ്പോയല്ലോ മോളെ, അതാലോചിച്ചിട്ട് കരയുവാണേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയും കേട്ടോ. അമ്മ കരയണ്ട അമ്മേ, കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ നമ്മുടെ അമ്മേനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ
കാർത്തിക പറഞ്ഞ DYSPനൊക്കെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എല്ലാം ശരിയാക്കിയത്. മോൾക്ക് DYSP ആയിട്ടൊക്കെ പിടിപാടുണ്ടെങ്കിൽ ആ കേസ് കൊടുത്ത കള്ള കൂട്ടുമല്ലേ കിരണും കല്യാണി, അവരെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അവരെ ജയിലിട്ട് പപ്പട പടവാട്ടി അടിച്ചുകൂടായിരുന്നു. എനിക്കത് കാണണം മോളെന്ന് പറയാണ്. നമുക്ക് ഈ കേസിന് വക്കാണത്തിനൊന്നും പോകണ്ടമ്മേ, എങ്ങനെയെങ്കിലും കേസിന് തല ഊരിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടത്തണം, അത് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക അവിടുന്ന് പോവാട്ടോ. കാർത്തിക പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വിക്രം പറഞ്ഞിട്ട് അമ്മ എന്ത് അഭിനയിച്ചത്, ഓവർ ആക്ടിങ് ആയിരുന്നു കേട്ടോ, കരയുന്നു പിടിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രകാശം പറഞ്ഞടാ ഒരു ഓവർ ആക്ടിങ്ങും ഇല്ല, നമ്മൾക്ക് അത്രമാത്രം വിഷമമുണ്ടെന്ന് കാർത്തിക മോള് വിചാരിച്ചോണ്ടേടാ എന്ന് പറഞ്ഞു. അതെ എന്ന് നമ്മുടെ അമ്മൂമ്മയും പറയാണ്. പിന്നീട് കാണിക്കുന്ന ദീപേനെയാണ്. ദീപയുടെ അടുത്തേക്ക് കിരണവും കല്യാണിയും കൂടി വരുന്നുണ്ട്. അമ്മേ അപ്പുറത്തുള്ളവർ വന്നിട്ടുണ്ട്, സറിയും കുഞ്ഞും എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് നമ്മുടെ കിരൺ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് താരാൻ്റെ എപ്പോൾ വന്നാലും കുഞ്ഞിനെ കാണിക്കണമെന്ന് ആൻറ്റിയുടെ അടുത്തേ, അതിന് അവൾ സമ്മതിക്കോ സരിയു എന്ന് ദീപ ചോദിക്കുമ്പോൾ സമ്മതിക്കണമല്ലോ, കാരണം താരാൻറ്റിക്ക് കുഞ്ഞിനെ കാണാനുള്ള അവകാശമുണ്ടല്ലോ. അമ്മ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറി ഉണ്ടാവും, മനോഹർ എത്രയും പെട്ടെന്ന് മുങ്ങും, സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരേണ്ടത് അവളെ ആയിരിക്കും, ആ സരയുവിന്, അതിനുള്ള സമയമായി അമ്മേ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാട്ടോ. കിരണും അങ്ങനെ നടന്നതിന് പോകുവാണ്. കല്യാണി പറയണ്ട അതേ അമ്മേ അതൊക്കെ പെട്ടെന്ന് നടക്കുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയുവിനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ പറയണ്ട അച്ഛൻ്റെ തക്കക്കൂടം അച്ഛൻ്റെ ചക്കുരിക്കുട്ടി കളിക്കുവാണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മനോഹർ പറയുന്നുണ്ട് മോളെ സരയു ഇനി അപ്പുറത്തെ വീട്ടുകാരായിട്ട് ഒരു വാശിക്കും വൈരാഗ്യത്തിന് പോകണ്ട കേട്ടോ, അതെന്തുകൊണ്ട് പോയിക്കൂടെ, അവൾക്കൊരു കുഞ്ഞുണ്ടായില്ലേ ആ കല്ലുമോൻ, അതിനെയും കളിപ്പിച്ചുകൊണ്ട് എത്ര പ്രാവശ്യം എൻ്റെ മുമ്പിൽ കൂടി അവർ കളിയാക്കി നടന്നത്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അവരുടെ മുമ്പിൽ കൂടി ഞാൻ കളിയാക്കി കൊണ്ട് നടക്കുമെന്ന് പറയണം മോളെ, വെറുതെ വാശിയും വരവത് വേണ്ട മോളെ എന്ന് പറയണം. അപ്പോഴേക്കും ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോഴേക്കും ഞാൻ സരയുവിനോട് പറയുമായിരുന്നു അപ്പുറത്തെ വീട്ടുകാരായിട്ട് ഒരു വാശിക്കും വൈരാഗ്യത്തിന് നിൽക്കണ്ടെന്ന്. അത് ശരിയാ, പിന്നെ അവരെ കാണാതിരിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്, ഒരു കാര്യം ചെയ്താൽ മോളെയും കൂട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോഴേക്കും അതിന് കുറച്ചുകൂടി താമസം എടുക്കും അമ്മ, കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുക, അതൊന്നും സാരില്ല മോനെ എന്ന് പറയുമ്പോഴേക്കും മനോഹർ ഇങ്ങനെ ആകെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഷാരിക്കൊരു സംശയം തോന്നുവാണ്. ഷാരിനെ മനോഹറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാൻ ഈശ്വര ഞാൻ സംശയത്തൊക്കെ വെറുതെ ആവണേ, ഞാൻ സംശയിച്ചൊന്ന് സത്യം ആവല്ലേ ഈശ്വര എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ അമ്മൂമ്മേനെയാണ്. അവർ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവതി എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മോൻ്റെ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും മുടിഞ്ഞു പോണേ ഭഗവതി, എൻ്റെ മോനും കാർത്തിക മോളുടെ അമ്മയും നമ്മളെ വിവാഹം നടക്കണേ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജാരി വരുന്നുണ്ട്. രണ്ടുപേർക്ക് പ്രസാദം ഇങ്ങനെ കൊടുക്കാൻ പോകുമ്പോഴേക്കും പൂജാരി പറഞ്ഞിട്ട് ഞാൻ വീനസ് ഹോട്ടലിൽ വന്നിരുന്നു, എന്നിട്ട് എന്താ സദ്യ കഴിച്ചില്ലേ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സദ്യ കഴിച്ചില്ല. അതെന്താ അവിടെ വന്നവരൊക്കെ സദ്യ കഴിച്ചിരുന്നല്ലോ, തിരുമേനി എന്താ സദ്യ കഴിക്കാത്ത, മുടങ്ങിയ കല്യാണത്തിൻ്റെ സദ്യ ഞാൻ കഴിക്കില്ല, എന്തായാലും നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നടന്നല്ലോ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, നിങ്ങൾ വേണ്ട പോലെ പൂജയും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലേ ആ കല്യാണിയും അവളുടെ അമ്മയും, അതുകൊണ്ട് ആ കല്യാണം മുടങ്ങിയത്. നല്ല മനസ്സുള്ളവർ പ്രാർത്ഥിച്ചാൽ എന്ത് വേണമെങ്കിൽ നടക്കും, നിങ്ങളുടെ നല്ല മനസ്സോട് പ്രാർത്ഥിക്കാത്തതുകൊണ്ടായിരിക്കും കല്യാണം നടക്കാതിരുന്നത്. ഈ തിരുമേനി ഇങ്ങനെയൊക്കെ പറഞ്ഞത്, വാ മോനെ നമുക്ക് പോകാം, പ്രസാദം വേണ്ട നിങ്ങൾ തന്നെ വെച്ചു എന്ന് പറഞ്ഞിട്ട് പ്രകാശനും അമ്മയും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ തിരുമേനിക്ക് നീ ദക്ഷിണയൊക്കെ കൊടുക്കാറുള്ളല്ലേ, എന്നിട്ട് ഇയാൾക്ക് എന്താ അത്ര അഹങ്കാരം, അയാൾക്ക് അവരുടെ ആൾക്കാരാണ് കിരണിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് വന്നുകൊണ്ടിരിക്കെ കിരണും കല്യാണി അമ്പലത്തിലേക്ക് വരുവാട്ടോ. വരുന്നുണ്ട് നിന്റെ ശത്രുക്കൾ എന്ന് അമ്മ ആ പ്രകാശനോട് പറയുന്നുണ്ട്. അതിനുശേഷം പ്രകാശം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നടന്നല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെയല്ല, നിങ്ങളുടെ മനസ്സ് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് കിരണും പറയുകയാണ്. അതിനുശേഷം പ്രകാശം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇനി ഞാൻ ആ വിവാഹത്തിന് ഒരുങ്ങും നോക്കിക്കോ, എത്രയും പെട്ടെന്ന് ആ വിവാഹം നടക്കൂടി, നിങ്ങളൊക്കെ എങ്ങനെ വിചാരിച്ചാലും ആ വിവാഹം നടന്നിരിക്കും, ഞാനും കാർത്തിക മോളും അമ്മയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തും എന്ന് പ്രകാശം പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് അതിനു മുമ്പ് ഞങ്ങൾ ജയിലിൽ കിടത്തിയിരിക്കും എന്ന് പറയുമ്പോൾ പ്രകാശനാകെ ഞെട്ടുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.